ഈ ക്ഷേത്രങ്ങളുടെ വരുമാനമെല്ലാം ഗവൺമെന്റ് കണ്ടെത്തുകയും ക്രിസ്ത്യ സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും ഒരു ദിവസം 25,000 രൂപ വരുമാനമുള്ള ആരാധനാലയങ്ങളിൽ യാതൊരു കണ്ണും ഗവൺമെന്റ് വെക്കുന്നില്ല. ഇതിനെതിരെ നമുക്ക് എങ്ങനെ സംഘടിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ശരിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പോലും വിരുദ്ധമായ നിലപാടാണ് മതസ്ഥാപനം സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്യുലർ കോൺസെപ്റ്റിന് പോലും വിരുദ്ധമാണ്. പക്ഷേ അത് നിലനിൽക്കുന്നു. ഇതിന് നമുക്കാവുന്ന രാഷ്ട്രീയ സ്വാധീന ശക്തി സെൻട്രൽ ഗവൺമെന്റിൽ ചെലുത്തി സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ട് നിയമനിർമ്മാണം ചെയ്യിക്കല്ലാതെ വേറെ വഴിയില്ല. സെൻട്രൽ ഗവൺമെന്റ് നിയമനിർമ്മാണം ചെയ്താൽ മാത്രമേ ഈ താന്തോന്നിത്തം നിൽക്കൂ. ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുക നല്ല വരുമാനം ഉണ്ടാവുക, അത് മുഴുവൻ സമാജത്തിന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ബാങ്ക് ബാലൻസ് വെക്കാതിരിക്കുക. 2, കമ്മിറ്റികളായി നടക്കുന്ന ക്ഷേത്രങ്ങൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ പരമാവധി മെമ്പർഷിപ്പ് എടുക്കുക, എക്സിക്യൂട്ടീവിലേക്ക് കയറുക, എക്സിക്യൂട്ടീവിന് ഭാരവാഹി സ്ഥാനത്തേക്ക് കയറുക. അവിടെ ഇവിടെ ഇരുന്ന് ക്ഷേത്രം നിരീശ്വരവാദികളാണ് നടത്തണമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സംഘടിതമായി വിശ്വാസികൾ എക്സിക്യൂട്ടീവിൽ വരിക, അതിന് അതത് സമയത്ത് പരിശ്രമിക്കുക. ഇത് 2 ചെയ്താൽ തന്നെ കുറെ മാറ്റം വരും. പൈസ ബാലൻസ് ഉണ്ടാവരുത്, അതിനനുസരിച്ച് വരുമാനം കൂടിക്കൊണ്ടിരിക്കും. 10 - 2 ഞാൻ പറയും 20. 10-ന് 2 കുറച്ചാൽ 8 സ്വാമി? സ്വാമിക്ക് കണക്ക് പോലും അറിയില്ലെന്ന് ചോദിക്കണ്ട. 10 വരുമാനമുള്ള ആള് 2 ദാനം ചെയ്താൽ അയാളുടെ 10 20 ആവും, ഉറപ്പ്, സംശയമില്ല.